ആദ്യം തന്നെ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കാരണം ബാക്കിയുള്ളത് നമുക്ക് മൂപ്പിക്കാനുള്ളതാണ്. ഇത് ഏതാണ്ട് ഒരു തമിഴ് ടച്ച് മീൻകറിയാണ്. ഇനി അതിലേക്ക് രണ്ട് സവാള ഒരു ഇച്ചിരി ഇഞ്ചി, ഇച്ചിരി വെളുത്തുള്ളി, പിന്നെ ഒരു 3 പച്ചമുളക് ഇവ ഇട്ടതിന് ശേഷം നല്ലോണം നമ്മൾ വഴറ്റിയെടുക്കണം. ഇത് നമ്മളൊരു തമിഴ്നാട് ടച്ചിലെ മീൻകറി ആയതുകൊണ്ട് നമ്മൾ വാളംപുളിയാണ് ഇതിൽ ചേർക്കുന്നത്, കുടപ്പുളിയല്ല. ഇനി അതിലേക്ക് ഒരു 2 തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലവണ്ണം അത് വഴറ്റിയെടുക്കണം. നല്ല ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരുന്ന രീതിക്ക് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ മുളക് പൊടി. അത് നമ്മുടെ ഇഷ്ടമനുസരിച്ച്, എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കുക, കുറവാണെങ്കിൽ കുറവ്. അത് നമ്മുടെ ഇഷ്ടമനുസരിച്ച്. ഞാനിപ്പോൾ 3 സ്പൂൺ മുളക് പൊടി എടുത്തേക്കണം. എന്നിട്ട് അതും അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഈ പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഇളക്കി എണ്ണ തെളിയുന്ന വരെ വഴറ്റിയെടുക്കണം. നല്ലതാണ് ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് ചെറു തീരിട്ട് വഴറ്റുക. ആ സമയം കൊണ്ട് നമ്മളിവിടെ പുളി പിഴിഞ്ഞ് വെക്കാൻ പോവുകയാണ്. വാളംപുളിയാണ് ഞാൻ എടുത്തേക്കണേ. ആ പുളി ഇച്ചിരി ചെറു ചൂടുവെള്ളത്തിലിട്ട് നല്ലോണം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സവാള ഏതാണ്ട് പരുവായിട്ടുണ്ട്. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക, അത് ചൂടായിരുന്നു പറയാം. കാരണം നമുക്കത് ഇനി മിക്സിയിലിട്ട് അരയ്ക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളതെടുത്ത് മിക്സിയിലേക്ക് ഇടണം. നമ്മൾ ആ വഴറ്റി വെച്ചേക്കണം ആ സവാളയും തക്കാളിയും ഇഞ്ചിയെല്ലാം മിക്സിയിലേക്ക് ഇട്ട് അത് മുഴുവൻ വടിച്ചിട്ടതിന് ശേഷം നമ്മളവിടെ എടുത്ത് വെച്ചേക്കണ പുളിവെള്ളം, അതൊരു ലേശം ആ ഒരു സ്മൂത്ത് ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലേശം ഒഴിച്ചിട്ട് നമ്മൾ അത് മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ ചൂടാറി കഴിയുമ്പോൾ പേസ്റ്റ് പോലെ അത് അടിച്ചെടുക്കണം. അടിച്ചപ്പോൾ കണ്ട നല്ല പേസ്റ്റ് പോലെ. ഇനി നമ്മൾ ആ ചട്ടിയിൽ തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നല്ല ചൂടാവണ വരെ വെയിറ്റ് ചെയ്യണം. അതിലേക്ക് ഇച്ചിരി കടുക്, അതിനുശേഷം ഞാൻ ഉലുവ പൊടിച്ചതാണ് ചേർക്കുന്നത്. ആ ഉലുവ പൊടിച്ചതും കൂടി അതിലിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് ഇതായി കഴിയുമ്പോൾ മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന അരപ്പും പിന്നെ അതിട്ടൊന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ അരപ്പ് നല്ലോണം മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കണം ആ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ പുളിയിൽ കിടന്ന് വേണം അരപ്പ് തിളയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആ എടുത്ത് വെച്ചേക്കണം പുളിവെള്ളം മുഴുവൻ ഒഴിച്ച് അതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി നമുക്കത് മൂട്ടി വയ്ക്കാം. അങ്ങനെ മീൻ ചാറ് തിളച്ച് വരുമ്പോൾ നമ്മൾ മഞ്ഞൾ ഉപ്പും പുരട്ടി വെച്ചേക്കണം മീൻ അതിലിട്ട് കൊടുക്കുക. ഉപ്പ് നോക്കി വേണം ഇടാനായിട്ട്. മീനിൽ ഉപ്പ് പുരട്ടിയിട്ടുണ്ടെങ്കിൽ ഉപ്പ് അധികം ഇടേണ്ട കറിക്ക്. അപ്പോൾ ഞാനിപ്പോൾ അത് പുരട്ടി വെച്ചേക്കുന്നത് ഞാൻ ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടത് നല്ലവണ്ണം ആ ഗ്രേവിയിൽ മിക്സ് ചെയ്യണം. എന്നിട്ടൊരു 10-20 മിനിറ്റെങ്കിലും മീൻ വേവണ നമ്മുടെ ആ പരുവം അത് എത്തുന്നവരെ തിളപ്പിക്കുക. മൂട്ടി വെച്ച് നല്ലവണ്ണം ആ അരപ്പും മീനും കൂടി അതിൽ ചേർന്ന് തിളപ്പിച്ച് അത് ഒന്നും കൂടി ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം, മീൻ അടുക്കി പിടിക്കാണ്ടിരിക്കാൻ. അത് കഴിഞ്ഞ് ചട്ടി ഒന്ന് ചുറ്റിച്ച് മീൻ ഇങ്ങനെ നല്ല അടിപൊളി മീൻ കറി റെഡി. എല്ലാവരും ട്രൈ ചെയ്യും.